ഇനിയിപ്പോൾ ആദവും അവയും, അവ എന്ന് പറയുന്നത് പാമ്പ്, ഒരു സാത്താന്റെ രൂപത്തിൽ വന്ന പാമ്പാണ് അവയെ വഴിതെറ്റിച്ചെന്നാണ് പറയുക. സംസാരിക്കുന്ന പാമ്പ്. അണ്ടത്തെ പാമ്പൊക്കെ സംസാരിക്കായിരുന്നു, പിന്നെ പരിണാമത്തിലൂടെ പാമ്പുകൾക്ക് സംസാരശേഷി നഷ്ടപ്പെടുകയുണ്ടായിരുന്നു. അങ്ങനെ ഈ പാമ്പ് അവയുടെ ഒക്കെ പറഞ്ഞു, ഈ കനി ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിനക്ക് ജ്ഞാനം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ട് ദൈവത്തിന്റെ വിധിയെ ലംഘിച്ചുകൊണ്ട് ആദ്യത്തെ അന്വേഷണം നടത്തിയ അവയാണ് നമ്മളുടെ എല്ലാത്തരം അന്വേഷണങ്ങളുടെയും മാതാവ് എന്ന് പറയുന്നത്. പക്ഷെ അവ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് നേടിയ നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊന്നുള്ളത്, ആദവും ഒരുപക്ഷെ മിക്കവാറും പാലസ്റ്റീൻ, ഇസ്രായേലി റീജിയനിലുള്ള ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്, സെമറ്റിക് ഒക്കെ വരുമ്പോൾ. അതുകൊണ്ടായിരിക്കും അവർ ഈ ആപ്പിൾ തിന്നാൻ പറഞ്ഞപ്പോൾ ആപ്പിൾ തിന്നത്. അതേസമയം അവർ വല്ല കൊറിയൻസോ ചൈനീസോ വല്ലതും ആയിരുന്നെങ്കിൽ ഈ ആപ്പിൾ വരെ പാമ്പിനെ തന്നെ എടുത്ത് വിഴുങ്ങിയനെ. അങ്ങനെയാണെങ്കിൽ ആദിഭാവം ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമായിരുന്നു. ഇനി വേറൊന്ന്, ആദവും അവയും ആദ്യത്തെ മനുഷ്യരാണെന്ന് പറയുന്നു. അപ്പോൾ അവയ്ക്കും ആദത്തിനും കൂടി 2 മക്കൾ, ആബേൽ എന്നും കായൻ എന്നും പറയുന്ന 2 മക്കൾ. ദൈവത്തിന് കൂടുതൽ പ്രിയപ്പെട്ടവൻ ആബേൽ ആണെന്ന് കണ്ട് കായൻ അദ്ദേഹത്തിന് പാസ്പോർട്ടും വിസയും അടിച്ചു കൊടുത്ത് മേലോട്ട് വിടുകയാണ്, തലക്കടിച്ചു കൊല്ലുകയാണ്, ഫ്രാട്രിസൈഡ്. അപ്പോൾ തലക്കടിച്ചു വന്നതിന് ശേഷം കായന് ദൈവത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇലയുടെ കീഴിലും ഒക്കെ കയറി ഒളിച്ചിരിക്കുന്നുണ്ട്. സർവ്വവ്യാപിയായ ദൈവത്തിന്റെ കണ്ണുകളിൽ നിന്നും രക്ഷ നേടാനായിട്ട് കായൻ പുൽമേടുകളിലും ഇലയുടെ കീഴിലൊക്കെ കയറി ഒളിച്ചിരിക്കുന്ന രംഗത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അദ്ദേഹം നോദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒളിച്ചോടി പോവുകയാണ്. നോദ് എന്ന സ്ഥലത്ത് ഒളിച്ചോടി എത്തുന്ന കായന് പിന്നീട് സന്തതി പരമ്പരകളുടെ ഘോഷയാത്രയാണ്. ആ സമയത്ത് അന്ന് ജീവിച്ചിരിക്കുന്ന 3 മനുഷ്യർ ആദം, ഔവ, കായൻ എന്നിവരാണ്. എങ്ങനെയാണ് ഈ കായൻ, ഈ കുട്ടികളെല്ലാം ഉണ്ടായത് എന്ന് ആലോചിക്കുമ്പോൾ ക്ലോണിംഗ് പണ്ടേ ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ട്. അപ്പോൾ വളരെ അശ്ലീലവും അധാർമികവുമായിട്ടുള്ള ഒരു ഉൽപ്പത്തിയാണ് ബൈബിൾ ശരിക്കും സൂചിപ്പിക്കുന്നത്. പക്ഷെ ഈ കഥ കുറച്ചുകൂടെയൊക്കെ ബോധമുള്ളവരാണെങ്കിൽ പല രീതിയിലും, ഉദാഹരണമായിട്ട് ഒരാളും ഒരു ആണും ഒരു പെണ്ണും ഉണ്ടാക്കാതെ മറിച്ചൊരു 5 ആണ് 5 പെണ്ണ്, മൊത്തം ഒരു 10 പേരെയും പിന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ ഒരു പട്ടിയെയും ഒക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളും എല്ലാം പോകും. പിന്നെ അമ്മയും മകനുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരുമുള്ള ബന്ധം, അത്തരത്തിലുള്ള മോശമായിട്ടുള്ള എന്തായാലും ഒരു കഥയാണ്. അപ്പോൾ കഥ പറയുമ്പോൾ ഒരു മര്യാദയോടുകൂടി പറഞ്ഞിരുന്നെങ്കിൽ ഇത്തരം അനീതികൾ ഒഴിവാകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി മറ്റൊന്ന്, മുസ്ലിം വേർഷൻ ഓഫ് ആദം, ഒരു പടമാണ്. അതിൽ അവയുടെ വസ്ത്രം നോക്കുക. The absence of evidence is the evidence of absence. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അയാളുടെ മുഖത്ത് നോക്കുമ്പോൾ അയാളോട് എനിക്ക് ഭയങ്കര ദുഃഖം അയാളെ കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടാവും. കാരണം അയാള് ജൂത നരകത്തിലെ വിറകാണ് അയാൾ ഹിന്ദു നരകത്തിലെയും വിറകാണ് അയാൾ. ലോകത്ത് ഇന്നുവരെ കണ്ടുപിടിച്ചതും കണ്ടുപിടിക്കാത്തതുമായിട്ടുള്ള എല്ലാ മത നരകങ്ങളുടെയും കാൻഡിഡേറ്റ് ആണ് അയാൾ. എനിക്കൊരു ഹിന്ദുവിനെ കാണുമ്പോഴും ഇത് തന്നെയാണ് തോന്നുന്നത്. അയാളെ കാത്ത് ഇസ്ലാമിക നരകം മാടി വിളിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. അവരെ എല്ലാ മുസ്ലിങ്ങളും നരകത്തിലെ വിറകാണെന്നാണ് ഇസ്ലാം പറയുന്നത്. ക്രിസ്ത്യാനികളുടെ കാര്യവും പോക്കാണ്. അവർ മിക്കവാറും ക്രിസ്ത്യാനിറ്റി ഒഴിച്ച്, ക്രിസ്ത്യാനിറ്റിയുടെ സ്വർഗത്തിൽ തന്നെ അവർ പോകണമെന്നില്ല, അത് വേറെ കാര്യം, ആ പരീക്ഷ പോലും ജയിക്കണമെന്നില്ല. ബാക്കിയുള്ള നരകത്തിലൊക്കെ അവർ ഫിക്സഡ് ആയിട്ട് അവർക്ക് ചാൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ഏതൊരു മതത്തിൽ വിശ്വസിച്ചാലും ആ മതത്തിന്റെ തന്നെ സ്വർഗത്തിൽ പോകണമെന്നില്ല, മറ്റു മതങ്ങളിലെ എല്ലാ നരകത്തിൽ ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് നേടുകയും ചെയ്യും. അപ്പോൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് എത്ര അപകടകരമാണ് ഒരു മതവിശ്വാസം കൊണ്ട് നടക്കുന്നത്. നമുക്ക് ആ വിഷയമില്ല, നമ്മൾ ആ ചിട്ടി കമ്പനി ചേരാത്തതുകൊണ്ട് നമ്മൾ കുറിയെടുക്കുമ്പോൾ നമ്മുടെ പേരും കാണത്തില്ല, നമ്മുടെ പൈസയും പോവില്ല. മറിച്ച് ചേരുന്നവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക.